വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് എവിഡൻസ് എന്നുള്ള ഒരു പുതിയ വീഡിയോ സീരീസ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യണത് ലോ ഓഫ് എവിഡൻസിലെ പ്രധാനപ്പെട്ട ടേമുകളാണ്. അതായത് ലോ ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓരോ ടേമിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോർട്ട് എന്നുള്ള വാക്ക്, കോടതി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ വാക്കിനെ എങ്ങനെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കോർട്ട് എന്നുള്ള വാക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഈ നിയമം ആണ് ഇതുവരെയും ഇന്ത്യയിലെ കോടതി മുറികളിൽ ഒരു കേസ് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിർണയിച്ചിരുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്നത് പോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും CRPCയിലും ഒക്കെ മാറിയിട്ട് പുതിയ നിയമം വരാൻ പോവുകയാണ്. പക്ഷെ കാര്യമായ വ്യത്യാസങ്ങളില്ല അതിൻ്റെ പേരുകളിലോ ചില പ്രൊവിഷൻസിലോ അല്ലാതെ കാര്യമായ അതിൻ്റെ ബോഡിയിൽ വലിയ വ്യത്യാസങ്ങൾ അതിൻ്റെ ബോഡിയിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നും കൂടാതെയാണ് ഇത് പുതുതായി മാറി വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പോണത് എന്തിനാണ് ഈ എവിഡൻസ് ആക്ട് എന്നാണ്. ഈ എവിഡൻസ് ആക്ടിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കോടതികളെ അല്ലെങ്കിൽ കോടതിയിൽ ജഡ്ജായിട്ടിരിക്കുന്ന മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകളെ സത്യം കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. അസർട്ടൈനിങ് ദ ട്രൂത്ത്, അതാണല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ജഡ്ജിനെ സഹായിക്കുന്ന നിയമമാണ് എവിഡൻസ് ആക്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സഹായം വഴി എന്താണ് ഉണ്ടാവുന്നത്? അനാവശ്യമായി കോടതി മുറികളിൽ കേസുകൾ കെട്ടിക്കിടക്കാതിരിക്കുകയും ജഡ്ജിന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് എവിഡൻസ് എന്നൊരു കൺസെപ്റ്റ്. അതായത് ഈ സത്യം നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടേ? അപ്പൊ തെളിവ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. അപ്പൊ എന്തൊക്കെയാണ് തെളിവുകൾ എന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ സെക്ഷൻ 3 മൂന്നാമത്തെ സെക്ഷനാണ് ഒരുപാട് വാക്കുകളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട പല വാക്കുകളെയും ഈ സെക്ഷൻ 3 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു വാക്കാണ് കോടതി അല്ലെങ്കിൽ കോർട്ട് എന്നുള്ളത്. എന്താണ് കോടതി? കോടതി എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നത് കോടതി അല്ലെങ്കിൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്സ്, അതല്ലെങ്കിൽ എനി പേഴ്സൺ. ഇപ്പൊ ജഡ്ജ് ആയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ, ഇനി അതും അല്ലെങ്കിൽ മറ്റൊരാൾ, ഏതൊരാളും ചെയ്യുന്ന ജോലിയാണ് പ്രധാനം. എന്താണ് ജോലി? അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഓതറൈസ്ഡ് ടു ടേക്ക് എവിഡൻസ്, ഓതറൈസ്ഡ് ടു കളക്ട് എവിഡൻസ്, തെളിവ് കളക്ട് ചെയ്യാൻ. തെളിവ് എന്തിനാണ് കളക്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു, സത്യം തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ സത്യം എന്താണെന്ന് തീർച്ചപ്പെടുത്താൻ ആവശ്യമായ തെളിവുകൾ കളക്ട് ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് സത്യത്തിൽ കോടതി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ ആർബിട്രേറ്റേഴ്സോ ട്രിബ്യൂണൽസോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നും സെക്ഷൻ 3 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് കോടതി? ജഡ്ജസ് ആവാം, മജിസ്ട്രേറ്റ്സ് ആവാം, ആരെങ്കിലും ആവാം. അതായത് തെളിവ് ശേഖരിക്കാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള, ആ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലെത്താനുള്ള കഴിവും ഉത്തരവാദിത്വവും അതിനുള്ള അധികാരവും ഉള്ള ഒരാളെയോ ഒരു കൂട്ടം ആളുകളെയോ ആണ് കോടതി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൽ ട്രിബ്യൂണലുകളോ ആർബിട്രേറ്റേഴ്സോ വരുന്നില്ല എന്നുമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 3 പറയുന്നത്. എന്നാൽ 69th ലോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ലോ കമ്മീഷൻ പറഞ്ഞത് ഇങ്ങനെ ഒതുക്കി പറയാതെ സിവിൽ, ക്രിമിനൽ, റവന്യൂ കോർട്ടുകളെയും ട്രിബ്യൂണലുകളെയും ഒക്കെ ഈ കോടതി എന്നുള്ള വാക്കിന്റെ പരിധിയിൽ കൊണ്ടുവരാവുന്നതാണ്, വരേണ്ടതാണ് എന്നാണ് 69th ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ സജസ്റ്റ് ചെയ്തത്. പിന്നീട് ബ്രഡ്നന്ദൻ സിൻഹ വേഴ്സസ് ജ്യോതി നാരായൺ 1956 ഈ കേസിൽ സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി, ഒരാൾക്ക് ജഡ്ജായിരിക്കുകയോ മജിസ്ട്രേറ്റ് ആയിരിക്കുകയോ ആ സ്ഥാനത്തിരിക്കുകയോ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്ത എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനങ്ങളിൽ എത്താൻ സാധിക്കുന്നുണ്ടോ, അത് സാധിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും അതിനുള്ള മെന്റൽ ഡെവലപ്മെന്റും ഉള്ള ഒരു വ്യക്തിയാണോ? ഇതൊക്കെയാണ് കോടതി എന്ന് പറയുന്ന വാക്കിന്റെ സാലിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. തെളിവ് ശേഖരിക്കാനുള്ള കഴിവ്, ശേഖരിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള മാനസികമായ പക്വത,
അതിനുള്ള അധികാരം, അതിനുള്ള ഉത്തരവാദിത്വം ഇത്രയും ഉണ്ടെങ്കിൽ കോടതിയായി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ ഈ ലോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ ഈ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിലോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 3യിൽ മാറ്റങ്ങൾ ഒന്നും വരുത്തുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ 1967 CIT വേഴ്സസ് ഈസ്റ്റ് കോസ്റ്റ് കൊമേഴ്സ്യൽ കമ്പനി ലിമിറ്റഡ് എന്നുള്ള കേസിൽ ഇൻകം ടാക്സ് ട്രിബ്യൂണലിനെ കോടതി എന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ സാധിക്കില്ല. സെക്ഷൻ 3 പ്രകാരം ഉള്ള ഡെഫിനിഷനിൽ ട്രിബ്യൂണലുകൾ വരികയില്ല എന്നും കോടതി കാണുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സെക്ഷൻ 3 പറഞ്ഞു വെച്ചിടത്ത് തന്നെയാണ് ഇപ്പോഴും കോടതി അല്ലെങ്കിൽ കോർട്ട് എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ. അതിൽ ജഡ്ജസ്, മാജിസ്ട്രേറ്റ്, എനി പേഴ്സൺ, പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് തെളിവ് ശേഖരിക്കാനും ശേഖരിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജ്മെന്റിൽ എത്താനുള്ള അധികാരമുണ്ടോ, അതിനുള്ള ഉത്തരവാദിത്തമുണ്ടോ എന്നത് മാത്രമാണ്. പക്ഷെ ഇപ്പോഴും നിയമം പറയുന്നത് ആർബിട്രേറ്റേഴ്സിനെയോ ട്രിബ്യൂണൽസിനെയോ കോടതി എന്ന സെക്ഷൻ 3 എവിഡൻസ് ആക്ട് പറയുന്ന വാക്കിന്റെ അർത്ഥപരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇനി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും പ്രധാനമായിട്ടുള്ളത് അടിസ്ഥാനപരമായി ഈ എവിഡൻസ് ഒക്കെ കൊണ്ടുവരേണ്ടത് കോടതിയിലായതുകൊണ്ട് കോടതി എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കോടതി എന്താണ് എന്ന് മനസ്സിലാക്കി. ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ടിൽ ദെൻ ബൈ.